ഏകദേശം ഒരു 8 മന്തൊക്കെ ആയി നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് അന്ന് കിട്ടിയ ഗിഫ്റ്റാണിത്. അതിപ്പോഴാണ് നമ്മൾ പൊടി തട്ടിയെടുക്കുന്നത്. ഇന്നേ വരെ ആർക്കും കിട്ടാത്തൊരു ഗിഫ്റ്റ് ആയിക്കാരത്. എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ആരും ഗിഫ്റ്റ് ചെയ്യലില്ലല്ലോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് അങ്ങ് മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഗ്യാസും കുറ്റിക്ക് നല്ല ക്ഷാമം വന്നൊരു ടൈം ഉണ്ടായിരുന്നല്ലോ. അന്ന് ഇൻസ്റ്റയിലൊക്കെ 1-2 റീൽസ് ഞാൻ ഇതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാധനത്തിനെ കുറിച്ച് അറിയണതും കാണുന്നതും നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് ഇത് അൺബോക്സ് ചെയ്തപ്പോഴാണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടാണ് നമ്മൾ വിറകുകൾ ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് നേരം ഊതി 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 തീ കത്തിക്കേണ്ട ഒരു ആവശ്യം ഇതിൽ വരുന്നില്ല. അതിനൊക്കെയുള്ള ഫെസിലിറ്റി ഇതിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ ഒരുപോലെ യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റൗവാണ്. ഇത് കഴിഞ്ഞ ഉടനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം അന്ന് നമുക്ക് കുറച്ച് ബോട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ക്ലീൻ ആക്കി വെച്ചിരുന്നല്ലോ. സോ ഇന്ന് അതെടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണത് വെച്ചിട്ട്. അപ്പോൾ അതങ്ങോട്ട് വേവിക്കാമെന്ന് വെച്ച് നല്ല ഐശ്വര്യമായിട്ട് ഈ ഒരു വുഡ് സ്റ്റൗവ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ആക്ച്വലി ഇവിടെ വിറകടുപ്പില്ല കേട്ടോ. ഗ്യാസ് സ്റ്റൗവിലാണ് എല്ലാ സംഭവങ്ങളും കുക്ക് ചെയ്യൽ. അപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിസിലടിക്കണതിനനുസരിച്ച് വെള്ളം ഇങ്ങനെ ലീക്കായി വരും അതിൽ നിന്ന്. 2-3 കല്ലൊക്കെ വെച്ചിട്ട് പുറത്തൊരു വിറകടുപ്പ് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഇടയ്ക്കിടയ്ക്കുള്ള മഴ കാരണം അതും കത്തണില്ല കേട്ടോ. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്, നമുക്ക് കുടിരിക്കലിന് ഇങ്ങനെ ഒരു വുഡ് സ്റ്റൗവ് കിട്ടിയിരിക്കണല്ലോ, എന്നാൽ പിന്നെ അതൊന്ന് എടുത്ത് നോക്കാം. എനിക്കാണെങ്കിൽ ഒട്ടും ധൈര്യമില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം കാണുന്നത് തന്നെ. അപ്പോൾ അത് യൂസ് ചെയ്യാൻ ഭയങ്കര പേടി കേട്ടോ. ഞാനല്ലാതെ പിന്നെ ആരെന്ന് പറഞ്ഞ പോലെ എൻ്റെ ഹസ്ബൻഡ് ഹെൽപ്പിനുണ്ട്, ആള് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞേ. ഈ ഒരു അടുപ്പ് സ്മോക്ക്ലെസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നമുക്ക് റിസ്ക് എടുക്കണ്ട. നമ്മുടെ മിക്സി വർക്ക് ചെയ്യിപ്പിക്കും പോലെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആ കാണുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതങ്ങോട്ട് തിരിച്ചാൽ നമ്മൾ കത്തിച്ച് കൂട്ടിയ വിറകിൻ്റെ ചാരൊക്കെ അങ്ങോട്ട് പുറത്തോട്ട് വരും. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബോട്ടിയൊക്കെ അത് നല്ലോണം വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഐറ്റം കഴിക്കുകയില്ല കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ഇതുവരെ വായിൽ വെച്ച് നോക്കിയിട്ടില്ല. ബട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കണേനോ അതിനൊന്നും എനിക്കൊരു നന്നാക്കണതായാലും ശരി, ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കണതായാലും ശരി, അതിലൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി ഈ ഒരു സംഭവം പൊളിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്ര ദേഷ്യം പിടിച്ച പരിപാടി എനിക്ക് വേറെ ഇല്ല. അപ്പോൾ അതൊക്കെ ഇവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് സെറ്റാക്കി തന്നു. പിന്നെ അങ്ങോട്ട് ഈസി ആണല്ലോ, ജസ്റ്റ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് കുക്ക് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ അത് അത്യാവശ്യത്തിലധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് അതിൽ കിടന്നിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് സെറ്റാവണം. പിന്നെ നമ്മുടെ വലിയ ഉള്ളി ഉണ്ടല്ലോ, അത് ചോപ്പറിലിട്ടിട്ട് കുനുകുനാന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് അത് നല്ലോണം വഴന്ന് അങ്ങോട്ട് സെറ്റാവട്ടെ. പിന്നെ നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. വീണ്ടും നല്ലോണം ഇളക്കി സെറ്റാക്കിയതിന് ശേഷം കറിവേപ്പിലയും പച്ചമുളകും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ പെരുംജീരകം, ഇത്രയും ഐറ്റംസ് നമ്മൾ നല്ലോണം ചതച്ച് സെറ്റാക്കി വെച്ചിന്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടി നല്ലോണം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒന്നിങ്ങോട്ട് അതിൻ്റെ ആ പച്ചമണൊക്കെ ഉണ്ടല്ലോ അത് പോവോളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല പൗഡറുകളൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് വെറും കുരുമുളക് പൊടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. നമ്മളിപ്പം കുറച്ച് സ്പൈസി ആയിട്ട്, അതായത് കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ മാത്രമല്ലാണ്ട് നമ്മുടെ മുളക് പൊടിയുടെ ഫ്ലേവറും കൂടെ കിട്ടണം. അപ്പോൾ ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെന്തൊക്കെയാ കുറച്ച് മീറ്റ് മസാല ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലയും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഈ വേവിച്ച് വെച്ചിട്ടുള്ള ബോട്ടിയും കൂടെ അതിനകത്തോട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുക കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ നമുക്കിത് കാണുമ്പോൾ ഒട്ടും മസാല പിടിക്കാതെ അതായത് ഒരു കളർഫുൾ അല്ലാത്ത കോലത്തിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുവേ. പക്ഷെ അത് സമയമെടുക്കും. അതായത് ഈ എണ്ണയിൽ കിടന്നിട്ട് ഇങ്ങനെ മുരിഞ്ഞ് സെറ്റാവണം. നമ്മളിപ്പോൾ ഇത് കുറേ ഒരുപാട് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കി വെക്കുന്നത്. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് വീണ്ടും നല്ലോണം മൊരിച്ച് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഫ്രൈ പാനിലിട്ടിട്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിടക്കുക. ഞാൻ കൂട്ടിയില്ലാന്നുണ്ടെങ്കിലും എനിക്ക് ഏകദേശം ഇത് എങ്ങനെ ഉണ്ടാക്കണ്ടേ എന്നുള്ള ഐഡിയ ഒക്കെ ഉണ്ട്. പിന്നെ കുറേ, അതായത് ഒരു പിടി അല്ലെങ്കിൽ അതിലധികം മല്ലിയില നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ്. പിന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് നല്ലോണം തൂവി കൊടുക്കുക. ഇതാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ കിടന്ന് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ പേടിയാണ്, കണ്ണൊക്കെ ആയാൽ പോയി കാര്യം. ഒരു വാണിംഗ് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ നല്ല സൂക്ഷിച്ചാണ് ബാക്കി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഇത് നല്ലോണം അതിൽ കിടന്നിങ്ങനെ മൊരിഞ്ഞ് വേവാൻ ഓൾറെഡി ഇത് വേവിച്ച് വെച്ചതാണല്ലോ. ഇനി ഇത്
കടന്നിട്ട് ഇങ്ങോട്ട് മൊരിഞ്ഞ് സെറ്റാവാണ് വേണ്ടത് കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുത്താൽ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് മുകളിലേക്ക് എത്തും. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇനി കുറച്ച് ദിവസത്തിന് ആ ഭാഗത്തേക്ക് നോക്കണ്ട. എൻ്റെ ഹസ്ബൻഡ് ചൂടാക്കി കഴിക്കുക എന്തെച്ചാൽ ആളാളെ സൗകര്യം പോലെ ചെയ്തോളും. എന്നിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അവിടെ ഒരു 2-3 ദിവസം നിൽക്കാമെന്ന് വെച്ചിട്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അനിയത്തിയുടെ ഹസ്ബൻഡിന് കുറച്ച് ഐറ്റംസ് ഒക്കെ കൊടുത്തേക്കണമല്ലോ, ആ ഒരു ദിവസമാണിത് കേട്ടോ. അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത്. അപ്പം അന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാനിത് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യണത് എന്ന് മാത്രം. കൊടുത്തയക്കാനുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്നതും പാക്ക് ചെയ്യണതുമായിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ പോയി കാണാം. ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലേക്കായിട്ട് കൊടുക്കാം. എനിവേ, നമ്മളിപ്പം പോകുന്നത് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു കട ഉണ്ട് കേട്ടോ. ജി ട്രാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫാക്ടറി വിലയിൽ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. ഇതിൽ കുറേ ഐറ്റംസ് ഉണ്ട്. എന്താ എടുക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സാധനമൊക്കെ വാങ്ങിച്ചു കേട്ടോ. നിഷുവിനും നിഫ്രകുട്ടനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഓൽക്ക് ഈ പിങ്ക് എത്ര തികച്ചാലും തികയില്ല. അങ്ങനെ നമ്മളെ വീട്ടിൽ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണം. അത് നമ്മൾ പെണ്ണുങ്ങൾ പോയാൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചതിന് ശേഷം നേരെ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ എത്തിയ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഓൽക്ക് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ വൈകുന്നേരം നമ്മൾ കലത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. സാധാരണ ഞാൻ കലത്തപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലോണം പെർഫെക്റ്റ് ആവലുണ്ട്. ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ്. അപ്പോൾ ആ ഒരു സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഓക്കെയാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ബാക്കി കലത്തപ്പങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇത് അത്ര വലിയ നന്നായിട്ടുമില്ല. എന്നാലും സംഭവം സെറ്റ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. എൻ്റെ വീട്ടിലല്ലേ, ഇനിയിപ്പോൾ എങ്ങനെ ആയാലും ഓല് കഴിച്ചോളും. ഓൽക്കതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അങ്ങനെ കലത്തപ്പൊക്കെ കൂട്ടിയിട്ട് നമ്മളെല്ലാവരും ചായയൊക്കെ കുടിച്ച് അതിന് ശേഷം നമ്മുടെ നിഫ്രകുട്ടൻ്റെ സ്കൂളിലേക്ക് ഇങ്ങനെ കുറേ ഐറ്റംസ് എഴുതാനുണ്ടായിരുന്നു കേട്ടോ. അഡ്മിഷൻ എടുക്കുന്ന ടൈമിലും LKG-ന്നും ഒക്കെ നമ്മൾ ഈ പേരും നാളും അടങ്ങിയിട്ടുള്ള ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തതേനു. എന്നിട്ട് ഓൽക്ക് മതിയാവണില്ല, ഇനിയും വേണം. ഈ ഒരു ഫോമൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഫില്ല് ചെയ്ത് അതിന് ശേഷം നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ നമ്മൾ പെരുന്നാൾക്ക് കൊടുന്ന് വെച്ച കുറച്ച് പൂത്തിരിയൊക്കെ ഉണ്ടായിരുന്നു. പെരുന്നാൾ തലേന്നത്തെ വ്ളോഗിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്രകുട്ടനെ കത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കണുണ്ട് എന്നുള്ളത്. അപ്പോൾ സമയവും കാലും സന്ദർഭവും ഒത്തു വന്നത് പെരുന്നാളൊക്കെ കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. എന്തായാലും നമ്മൾ ഇന്ന് അത് എടുത്തിട്ടുണ്ട് കത്തിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഞാനിതിൽ പക്ക പെർഫെക്റ്റ് അല്ല. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അനിയനാണ് ഇതൊക്കെ കത്തിക്കാനും പിടിക്കാനൊക്കെ ഉഷാറ്. ഇവിടെ അനക്കയത്താണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് വയ്ക്കാറ് കേട്ടോ. അപ്പോൾ എനിക്കായാലും അനിയത്തിക്കായാലും ഇതിലൊന്നും വലിയ റോളില്ല. ആ ഒരു പരിചയക്കുറവ് കാരണം എനിക്ക് നല്ല മുട്ടൻ പണി തന്നെ കിട്ടിയിട്ടുണ്ടായി. നമ്മുടെ കൈയിൻ്റെ തള്ളവിരലുണ്ടല്ലോ, അത് നല്ലോണം പൊള്ളി ഒരു സൈഡ് നല്ലോണം പൊള്ളിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എൻ്റെ പൂത്തിരി കത്തിക്കണ പീറൊക്കെ അവിടെ തീർന്നിട്ടുണ്ട്. ഇതാണെങ്കിൽ കത്തിച്ചിട്ടും തീരണമില്ല. പടക്കം പൊട്ടിച്ചാണ് കൈ പൊള്ളി. പടക്കം പൊട്ടിച്ചല്ല, പൂത്തിരി കത്തിച്ച്. ഇതാണ് നമ്മുടെ സ്വന്തം ഐബ. ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുള്ളൂ, എന്നാലും നല്ല വേദന ഉണ്ടായിന്. അപ്പോൾ നമ്മൾ കുറച്ച് ഗോൾഗേറ്റൊക്കെ എടുത്തിട്ട് തേച്ച് കൊടുത്ത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആവുമല്ലോ. നമുക്ക് വിളക്കില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റർ വെച്ചിട്ട് ഇങ്ങനെ കത്തിക്കുമ്പോൾ ഈ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ പിന്നെ അനിയത്തിയാണ് കേട്ടോ കത്തിച്ച് കൊടുത്തത്. അതൊക്കെ പിന്നെ ഓള് ഹാൻഡിൽ ചെയ്ത്. ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ഇതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഹൈപ്പും കൂടി ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. അതിനി പോസിറ്റീവ് ആയാലും ശരി നെഗറ്റീവ് ആയാലും ശരി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് പറയാം. അതിനനുസരിച്ച് നമ്മുടെ വീഡിയോ കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.